തട്ടേ അട്ട തുറക്ക് 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 കൊണ്ടു കാല് നോക്കിട്ടോ. അയ്യോ കണ്ടിട്ടില്ല ആൾക്കാർ അതിൽ ചൊരണ്ടി എടുത്തിട്ട് റെസ്റ്റിനാണല്ലേ. പേപ്പറുണ്ടോ? പേപ്പർ രുദ്രാക്ഷത്തിന്റെ മനു അതെ, ഇതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വെച്ചാലേ മണം വരുള്ളേ. ചൂട് കിട്ടണം. ഇതിന് രുദ്രാക്ഷം ഇല്ല. ഒന്ന് ചൂടാ. ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടേ ചൂട് ഇങ്ങനെ വെച്ച് അത് ഇച്ചിരി തീക്കകത്തേക്ക് ഇടുവാന്ന് വെച്ചോ, ഭയങ്കര സ്മെല്ലാ. അതാ എന്ത് സ്മെല്ല് കൈ ഇച്ചിരി അത് ഇച്ചിരി ഇങ്ങനെ വെച്ചിട്ട് പൊടി പൊടി അതിനെന്താ പറയുക, ചൂട് വേണം. അതിന് വേണ്ടിയാ ഈ അങ്ങനെ വെക്കുന്നത്. ആനളക്കി അങ്ങനെ കുന്തിരിക്കാൻ കിട്ടിയത്. കുന്തിരിക്കാൻ കാണിച്ചു കൊടുത്തേ. രുദ്രാക്ഷം കുന്തിരിക്ക. അതെ ഇപ്പൊ നമ്മള് അതെ അതെ പശയാണ് ഉപ്പിലേരിയോ ഉപ്പിലറിയില്ല മറ്റേ അപ്പെല്ലാം മരം വെട്ടി കാമൻ ഉണ്ടാക്കൂലേ നമ്മള്. കാമദേവൻ ഉണ്ടാക്കും ചാണകവും മണ്ണൊക്കെ വെച്ചിട്ട്. എനിക്കറിയില്ല കാമദേവൻ എങ്ങനെ. നമ്മുടെ വീട്ടില് കാമദേവൻ പൂരമില്ലേ, പൂരാടാതെല്ലാം പൂരാടെന്ന് വെച്ചാൽ മറ്റേ നക്ഷത്ര. ആ ദിവസം നല്ല വലിയ ആഘോഷം പോലെ എന്ത് കാമദേവനെ പൂജിക്കും 10 ദിവസം. 10 ദിവസം പൂജിക്കും. ഞാൻ ചെറുപ്പത്തിലൊക്കെ ചാണകം വെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാമദേവനെ. ഒരു മറ്റേ സ്നോമാൻ ഉണ്ടാക്കൂലേ, കാമദേവൻ സ്നോമാൻ ഒരു വെല്ലുണ്ട് അതുപോലെ കാമദേവന് ചാണകം വെച്ചിട്ടുണ്ടാക്കും. എന്നിട്ട് അതിന്റെ അകത്ത് വെച്ച് പൂജിക്കും. മുരിക്കിന്റെ റെഡ് കളർ ചെമ്പകം ഇതെല്ലാം കാട്ടുപൂവാ, അത് വെച്ചിട്ട് പൂജിക്കും. സാധാരണ തുളസി ചെമ്പരത്തും എടുക്കൂല, കാട്ടുപൂ വെച്ചിട്ട് പൂജിക്കും. അങ്ങനെ അതിന്റെ ഈ വിശ്വാസം എന്ന് വെച്ചാല് ഇത് ഇവളുടെ നാട്ടിലുള്ള കഥ. ഇനി അടുത്തത് കണ്ണൂർ കഥ. ഇതും കണ്ണൂരാണ്, ഇതും കണ്ണൂരാണ്. ഉള്ളില് ഒളിപ്പിച്ച് കാമദേവന്റെ രൂപമാക്കിയിട്ട് അപ്പൊ ഒളിപ്പിച്ച് വെക്കുന്നില്ലേ? അപ്പൊ ഒളിപ്പിച്ചൊന്നും വെക്കൂല, അപ്പൊ ഉണ്ടാക്കും. എന്നിട്ട് ഏതോ പ്ലാവിന്റെ മീത് രാത്രി കൊണ്ടുപോയിട്ട് അതിനെ ചുടും. അതിന്റെ അകത്ത് അവര് കൊണ്ട് വെക്കും ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് നമ്മളോട് നമുക്ക് എടുക്കുമ്പോ നമുക്കത് അതിന്റെ അകത്ത് കിട്ടുന്ന പോലെ ആയിരിക്കും. നിങ്ങൾ ഓരോ നാട്ടുകാരല്ലേ? വേറെ നാടാ. ഇവള് കാട്ടില്, അവൻ സിറ്റിയാണ്. നീ സിറ്റിയാണ്. സാരിന്റെ പ്രൊമോഷൻ വേണമെങ്കിൽ ചെയ്തോട്ടെ. ഞാൻ ഇവിടെ മറ്റേ ഫോറസ്റ്റ് കോർസും അതാണ് ഇവൻ ബഫറല്ല. ഇവൻ ചോദിച്ചു കളിയാക്കി നീ കേട്ടില്ലല്ലോ. നീ കേട്ടായിരുന്നു. ഇനി പിന്നെ ഇവിടെ എന്നെ പറയാ എത്ര റൈസാ പറയാ ഇതേ സ്ലാങ്ങിൽ ചോദിച്ചു. അതാണ് കാമദേവന്റെ കഥയല്ലേ? കാമദേവന് രണ്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാനില്ലേ? ഇങ്ങനെയും നമുക്ക് ഉറങ്ങാം. അല്ല അപ്പൊ കാമദേവി ഇല്ലേ? അപ്പൊ ഞങ്ങൾക്ക് പൂജിക്കണ്ടേ? കാമദേവന്റെ പണി തന്നെയല്ലേ?
അല്ല അപ്പൊ ഞങ്ങൾക്ക് പൂജിക്കണ്ടേ നല്ല ഭാര്യനെ കിട്ടെ. രതി പുഷ്പം അപ്പൊ കാമദേവി ഇല്ലല്ലേ? അപ്പൊ ഞങ്ങക്ക് നല്ല ഭാര്യനെ കിട്ടണമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യണം? ഇവിടെ ഊക്കാന്ന് കേസ് ഊക്കോന്നൊക്കെ കട്ട് 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 കട്ട്. കാമദേവനാണ് പോപ്പുലർ. കുന്തിദേവി പാണ്ഡുവിന്റെ പാണ്ഡു അടുത്ത വീട്ടിലെ പയ്യനെന്നൊക്കെ അങ്ങനെ ആയിരുന്നു. പാണ്ഡു രാജാവ് രാജാക്കൾ കാലത്തിന്റെ ഭരണ പാണ്ഡുന്നൊക്കെ. പിന്നെന്താ അപ്പുറത്തെ വീട്ടിലെ പയ്യനെന്ന് പറഞ്ഞ പാണ്ഡു. അങ്ങനത്തെ പേര് റബ്ബർ ഇങ്ങനെയല്ല. പഞ്ഞിയാണോ? പഞ്ഞിയല്ലല്ലോ. കുറച്ചുകൂടി ഡാർക്ക് കളർ ആയിരിക്കൂലേ? ഇത് വൈറ്റ് കളറാണല്ലോ. അത് നിങ്ങളവിടെ വെട്ടിക്കണം പിള്ളേച്ച. അല്ലല്ല ഇതന്നെ ഇതാണ് ഇതാണ്. എവിടെ പോയാ? പോയത് ടർക്കിംഗ് ബേർഡ് പോയത് ഗൈസ്. ഇപ്പൊ നമ്മ ഗവി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടർക്കി ബെഡ്സ് ഒന്ന് ടോർക്ക് ചെയ്യോ പ്ലീസ്? ഇത്ര ഉള്ള സൂമ്. ഓ സീൻ. ഇതിന് കയറാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ മറ്റേ എനിക്ക് വീഡിയോ കുറച്ച് പോണം. ബാക്കിയുള്ളവർ കെട്ടിയിട്ടില്ല. ബ്ലോഗിൽ വന്നിട്ടില്ല. പോയി ടവർ കണ്ടോ മേളില്? ആ പാറയുടെ മേളിൽ ഒരു ടവറാണ് കേട്ടോ. അതാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സിഗ്നലാ. അതായത് അതിന്റെ അവിടുന്ന് ആൾക്കാർ ടവർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതൊന്നും ഒരു എഴുന്നേറ്റ് കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല. നീ നിന്നായിരുന്നു എന്റെ പക്കത്ത്. അതിന് മുകളിൽ മുല്ലപ്പെരിയാറാണത്. ദൂരെ വെൺമലൈ സൂര്യൻ. നാളെ ഇനി ഓഫീസിൽ നിന്നൊക്കെ സെറ്റാ മതി. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് പോയ പോലെ അല്ലേ? 4 മണി തൊട്ട് 5 മണി ശനി ഞായറും പെട്ടെന്ന് ജില്ലക്കായ പോലെ. ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇരിക്കുന്നത് കാണാം നമുക്ക്. അങ്ങോട്ട് നോക്കി എല്ലാവരും നിൽക്കുന്നത് കാണാം. ഭയങ്കര കാവല. തൊട്ട് താഴെ അതിന്റെ വഴി തന്നെയാണ് നമ്മൾ
ചിലപ്പോ അല്ല ചില ഇതില് സ്റ്റോറി കാണാണ്ടാവില്ല. എന്റെ ഹൈലൈറ്റിലാണ് ഞാൻ പറഞ്ഞു. നമ്മള് ഹൈലൈറ്റിലാണ് നോക്കണം എന്താണോ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും. ഇവർക്ക് മറ്റു സാധനം ഉണ്ടോ, പാസ് ഉണ്ടോ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക്? ഏത് കാട്ടി വേണമെങ്കിൽ കയറിച്ചല്ലേ ഇത്ര മീറ്ററിൽ? ആ അതൊരു കാർഡുണ്ട്, ഗ്രീൻ കാർഡ്. പൈസ കൊടുക്കും, പൈസ കൊടുക്കണം. അതിനനുസരിച്ചുള്ള ഇതും സിറ്റി ആണല്ലേ. കാറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മള് ഇത്ര നേരം ഗെയിം ഫുൾ അടിച്ചു പൊളിച്ചു. രാവിലെ 5 മണിക്ക് കയറിയതാണ്. ഇപ്പൊ വൈകുന്നേരം 4 മണിയാവനെ നമ്മൾ ഗെയിമിൽ നിന്ന് ഇറങ്ങാൻ പോവാം. 11 മണിക്കൂർ ട്രാവൽ. ഇവിടെ പാസ് കാണിക്കണം. അതുകൊണ്ട് നമ്മൾ ഗവിയോട് ബൈ പറയും എല്ലാവരും കൂടി. ഇതിട്. താങ്ക് യു ഫോർ കീപ്പിംഗ് പൂങ്കാവനം ക്ലീൻ. വ്ളോഗിന് മൊത്തം ഇപ്പോഴല്ലേ ആ സാർ മ്യൂസിയം കൂടി വെച്ചാൽ കറക്റ്റാണ്. ആ ഒരു ഇരിപ്പാന്നൊക്കെ മ്യൂസിയം ഇരിക്കാ സാർ. ഉണ്ട്. കമന്റ്സിൽ പറയൂ ഉണ്ടോ ഇല്ലയോ. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ടവർ വരും. നമ്മൾ ലൂപ്പിലായിരുന്നു കേസ്. ഏതോ സോറി. ഇപ്പോൾ ഗവി ഇറങ്ങി അത് കഴിഞ്ഞ് ചായ പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു സ്പോട്ടുണ്ട് കാല് കഴുകാൻ വേണ്ടി. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാണിച്ചു തരാം. കിട്ടില്ല സ്പോട്ടൊക്കെ. പൂവേ പൂവേ താഴം. ചായ ഹായ് ജോക്കി ഷെഡ്ഡി. ജോക്കി ഷെഡ്ഡി പൂമർ പൂമേറെ ഉണ്ടാവും. അല്ല ഇവിടെ കുളിച്ചെന്താ, ഇവിടെ കുളിക്കാൻ പറ്റൂലേ? അല്ല കിടന്നു കുളിക്കുക. അതെ ഇവിടെയൊക്കെ ആഴുണ്ട്. മുക്കിയല്ലേ ഇങ്ങനെ ചെയ്യാ ഇത് കുഴപ്പമില്ല. ചൂട്ട് മുക്കാൻ പറ്റുമോ? നമ്മൾ ഗവി കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ സ്പോട്ടിൽ വന്ന് അവിടെ ഒരു ചെറിയൊരു ബോട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞ ബോട്ടുണ്ട്. കാല് കുറച്ച് സൂമിങ്ങൊക്കെ. പാക്കേജിന്റെ ബാക്കി പൈസ സംസാരിക്കണ്ടേ? വേറൊരാളുണ്ട്. പൂമറില്ലേ പോവാ പേടിപ്പിക്കണോ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ചായ കുടിക്കാൻ ഇറങ്ങാം.
അപ്പോ അയ്യോ കൈയും കാലും കഴിയും നമ്മൾ നടക്കുകയാണ് കേസ്. ഇനി ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചായ കുടിക്കണം. കുറച്ച് പേർ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേർ ചായ ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ അത് ആരുടെ പിന്നെ എടാ അത് 1 മിനിറ്റ് എനിക്ക് തന്നെ ആ സാധനം എനിക്ക് എടാ അതല്ല നീ അത് കാണിക്കില്ല എന്നാ ഒളിപ്പിച്ച് വെക്കി നടക്കാശ അല്ല നിന്റെ പുറമെടുത്തത്. അതേതാ ആ മറ്റേ ഇതിലായിരിക്കും. ചേട്ടാ ഇനി അടുത്ത ബസ് എപ്പോഴാ? എന്തായാലും മറ്റത് കിട്ടത്തില്ല. കൊച്ചി 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 ബിരിയാണി എപ്പോഴും വണ്ടിയുണ്ട്. എപ്പോൾ ഞാൻ വണ്ടിയുണ്ട്. ബിരിയാണില് 5:10 ആകുമ്പോൾ വരും. കുന്നക്കാടിന് തൊട്ട് മുമ്പ് കയറി നമുക്ക് ഇരുന്ന് പോവാലോ. അങ്ങോട്ട് പോയി 15 ഇങ്ങോട്ട് 15 30 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പടാർന്ന് അവിടെ തന്നെ കയറി പോകും. അത്രയും വലിയ ആളൊന്നും കാണുകയില്ല. എന്ത് സാധനം? ഞാൻ ചായ എടുത്തില്ല. കാബജിയാ ഒന്ന്. ആ ചേച്ചി എടുത്തില്ല കാബജി. ഞാൻ 2 എടുത്തു. 3 4 കാബജിയാ. എത്ര കൗണ്ട് ഉണ്ട് ഇവിടെ? 3 ഉണ്ടാക്കിയിട്ട് അവനെ കൊടുക്കില്ല. 5 രൂപ. അതും എടുത്തൊന്നൊക്കെ നമുക്കിത് നാച്ചുറൽ സാധനം വേണ്ടത്, അല്ലാണ്ട് അഭിനയിക്ക അതൊക്കെ വേണം. ഇത് നോക്കിയേക്കണേ അവിടെ ഇതാ താടി വെച്ച MGR. ഇവിടെ MGR കേറുന്നില്ല, തല ഭയങ്കര വലുത്. MGR കാണിച്ചോ. കൂളിംഗ് ഗ്ലാസ് എവിടെയാടാ? MGR-ന്റെ കൂളിംഗ് ഗ്ലാസ്. MGR-ന്റെ കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ച് കൊടുക്കാം. ദാരിദ്ര്യ 3D ഗ്ലാസ്. തൊപ്പി എന്താടാ ഇരിക്കുന്നുണ്ടോ? ഇതല്ലടാ മറ്റേത് ഇവൻ തലയിലിട്ടോണ്ട് നടന്നില്ല. ബീനി തമിഴ്നാട്ടിലെ പുള്ളാന്നാ പറയുക. ഇവിടെ മങ്കി ക്യാപ്പ്. ബീനിയല്ലേ ഇത്? ബീനി എന്ന് പറയില്ലേ? ബീനി ആക്ച്വലി ഇങ്ങനെയല്ല. ബീനിക്ക് ഇത്രയും കൂടെ ഇല്ല. ഏതാ നീ ഇവിടെ പിന്നാലെ കയറിയായിരുന്ന? അല്ല ചോദിച്ചതാ. അല്ല പിന്നാലെ തപ്പാൻ പറഞ്ഞപ്പോ ചോദിച്ചതാ. ഞാൻ റീലിൽ കണ്ടത് എല്ലാ ട്രിപ്പിലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു നല്ല സാധനം കളയും. ഒരു ദിവസം ഇവന്റെ സോണിയുടെ ഒരു സാധനം കണ്ണു വെച്ചിട്ട് ഞാൻ അതിനെ കളഞ്ഞു. അതിപ്പോഴും ഉണ്ട് എൻ്റെ സോണി അത് സെറ്റ് ആയിക്കോളാം. അടുത്ത ട്രിപ്പ് വരില്ലടാ നീ.
പോണെങ്കിൽ പോട്ടെ എന്തുണ്ടെങ്കിലും അവരുടെ ചോദിച്ചോ. എന്തുണ്ടെങ്കിലും അവരോട് ചോദിച്ചോ. വഴിക്കിടന്ന് കിട്ടിയ സാധനങ്ങൾ നീ എന്തിനാ ഇനി മുണ്ടക്കയം പോകും. അവിടുന്ന് നമ്മൾ എറണാകുളത്തെ ബസ്, ആ ബസ് കിട്ടിയപ്പോൾ കോട്ടയം വഴി കൊണ്ടുവരും. പക്ഷേ കോട്ടയം വഴി പോയാൽ 40 കിലോമീറ്റർ ചുറ്റാണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. നമ്മൾ മാക്സിമം എറണാകുളത്തേക്കുള്ള ബസ് തന്നെ സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സീറ്റ് കിട്ടുമായിരിക്കും. ഞാൻ ഒളിച്ചും പത്തൊക്കെ എടുക്കണേന്നൊക്കെ. ബാത്റൂം ഫോട്ടോ പോകുന്നതും എടുക്കുക. അപ്പൊ ഇനി നമുക്ക് നാച്ചുറൽ അല്ല, നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം നമുക്ക് പുറത്താണ്. അതിന് നിങ്ങൾക്ക് കൊന്നക്കാട് കിട്ടുവാണെങ്കിൽ കലണ്ടർ കണ്ടോ, 2025 ആവാനായി. നമുക്ക് ബസ്സൊന്നുമില്ല, ഡയറക്റ്റ് ബസ് എറണാകുളത്തേക്ക് കോട്ടയത്ത് വേണം പോവാൻ. നീ രക്ഷപ്പെട്ട അവൻ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് അല്ല എന്താ പറയുന്ന ആളെ വിളിക്കുവാണോ വേൻ? അല്ലല്ല അവൻ വേറെ ഏതോ ഇനി നമ്മൾ ലേറ്റ് ആവും ഗൈസ്. എന്തായാലും 2 മണിയെല്ലാവും ചിലപ്പോൾ. ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ കോട്ടയത്ത് ഫുഡ് കഴിച്ചാൽ പോലെ സൂപ്പർ ഫാസ്റ്റ് ഷിഫ്റ്റാ. അടി 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 അടിച്ചോട്ടി. നമ്മൾ പെട്ടിരിക്കുന്നു. അവനങ്ങനെ വാ തുറന്നു നിന്റെ അത്. കോട്ടയം ബസ് കയറിയിരിക്കുകയാണ്. ഇനി എത്ര 1 മണിക്കൂറാ? ഇനി 1.5 മണിക്കൂറുണ്ട് കോട്ടയം. 1.5 മണിക്കൂർ 1.25 മണിക്കൂർ കോട്ടയത്തേക്ക്. അവിടെ നിന്ന് പിന്നെ എറണാകുളം ബസ് അല്ലേ ട്രെയിൻ? ട്രെയിൻ ആണല്ലോ. നമുക്ക് എറണാകുളം ബസ് പൈസ ലാഭിക്കണമെങ്കിൽ നമുക്ക് ട്രെയിൻ പോയാൽ വെറൈറ്റി. എല്ലാരും ടയേർഡാണ്. ട്രെയിനിൽ സീറ്റ് കിട്ടില്ല. ഞായറാഴ്ചയാണ് ചത്തിരിക്കുന്നു. പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അവർ പറ്റില്ല. അപ്പോൾ നമ്മൾ ബസ്സിൽ തന്നെ പോകുന്നത്. ബസ് തന്നെ അവിടെ എത്തിയിട്ട് ഫുഡ് ചിലപ്പോൾ കഴിക്കുമായിരിക്കും. അത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ് അല്ലെങ്കിൽ എറണാകുളത്ത് എത്തുമായിരിക്കും. എറണാകുളം എനിക്ക് ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനും പറ്റില്ല. കോട്ടയത്ത് വന്ന് ചുറ്റി നോക്കുമ്പോഴേക്കും എറണാകുളം ബസ് നമ്മൾ ട്രെയിനിൽ തിരക്കുണ്ടാവും ചില ഉണ്ടാവും. എക്സ്പീരിയൻസ് ആയിട്ട് അത് കാണിക്കാം കേസ്. ബംഗാളികളുടെ തിക്കും തിരക്ക്, തുപ്പും തൂപ്പും ആട്ടും തുപ്പും എന്നൊക്കെ. ആട്ട സൂപ്പ് അടുത്ത് കിട്ടുമെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ ക്രൂവല്ല. അതേ സമയം ഇപ്പോൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തി ഗൈസ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് അവരെത്തി, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. അത് തന്നെ നമ്മൾ അറിഞ്ഞില്ല. അവരെത്തിയിരുന്നു. നമ്മൾ അവരൊന്നൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവർ ടിക്കറ്റ് കൗണ്ടറിലുണ്ടായിരുന്നു. നമ്മളെ പറ്റിച്ച് ഗൈസ്. അല്ല ചിലത് എറണാകുളം നിർത്താത്ത ടിക്കറ്റ് എടുക്കുന്നു. 10:06 നിങ്ങളുടെ എക്സ്ക്യൂസ് ഉണ്ട്. കോച്ച് 14 കോച്ചാ. അപ്പൊ അങ്ങോട്ട് നീങ്ങി നിന്നോളാൻ പറഞ്ഞു. അവിടെ 14 വരെ ഉള്ളൂ അത്ര. അപ്പൊ 14 വരെ അങ്ങോട്ട് നീങ്ങി നിന്നോളാൻ പറഞ്ഞു. ഇപ്പൊ അവരെന്ന് പറയുന്നത് ഇതെന്ത് സാധനം ഇത്? അത് മണ്ണൊക്കെ കഴിക്കുന്ന
എന്റെ വേറെ നിറഞ്ഞു. സാനിറ്റൈസറാണോ? ഗ്രീൻ ഐസ് മൈര്. ഓ എനിക്കത് മനസ്സിലായില്ല. ഗ്രീനസ് അറിയില്ല. അങ്ങ് മറ്റേ യൂട്യൂബിൽ ഭയങ്കര വൃത്തി തോന്നുന്ന ആള് ടാങ്ക് ക്ലീനൊക്കെ ചെയ്യാൻ പോകുന്നു. അയ്യതറിയില്ലേ? അറിയില്ലേ? ഒരു ഇന്റർവ്യൂവിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഷേക്കിൻ്റെ പോകും. എന്നിട്ട് ആ ഷേക്കിൻ്റെ ഇതിൻ്റെ ഒരു സാനിറ്റൈസർ എടുത്തിട്ട് പിന്നെ വിസിലടിക്കാൻ ചോദിക്കുമ്പോൾ ഇത് പുതിയ വിസിലാ? പുതിയ വിസില് സാനിറ്റൈസ് ചെയ്ത വിസിലാണ്. എന്നിട്ട് ആ സാനിറ്റൈസ് ചെയ്തിട്ട് വിസിലടിക്കുക. ഒരു സുത്തങ്ങ ചേരാം കേട്ടോ. ഒരു സുത്തങ്ങ ചേരാം. ഒരു മിനിറ്റ് കട്ട് ചെയ്യാമോ? ഇങ്ങനെ ഒന്ന് എന്ത് സാധനം? അയ്യോ കൊണ്ടുപോകാൻ പറ്റൂല, വേറെ വഴിയിൽ കൊണ്ടുപോയി. ഏത് കളർ പൂ വേണമെന്ന് ഫൈനലി നമ്മൾ ടച്ച് ഡൗൺ. തൃപ്പൂണിത്തറ. ഇതന്നെയല്ലേ മെട്രോ. മെട്രോ എടാ മെട്രോ എത്ര 11 മണി വരെ ഉണ്ട്. അത് നീ എവിടെ പോണ്? 11 കഴിഞ്ഞ. കാക്കനാട് പോണം. മെട്രോ കയറി. എടാ ഊബർ ബുക്ക് ചെയ്ത് നോക്കിയാ എന്തായി? ആദ്യം പുറത്തിറങ്ങണ്ടേ? ഫ്ലാറ്റിലേക്കല്ലേ ഇട്ട് നീ? തീരല്ല. അവനും ഒരു വീപ്പിന്റെ ഇട്. പോണ വഴി തന്നെ ഫ്ലയർ തന്നെ അല്ലേ? അപ്പൊ സ്റ്റോപ്പ് കൊടുക്കണ്ടേ? അതൊന്നും ആവശ്യമില്ല. അത് ഇറക്കി വിട്ടാ പോരെ അവിടെ. അപ്പൊ പറ ഇതോടെ തീർക്കാൻ പോ. നമ്മള് നല്ല ട്രിപ്പായിരുന്നു. പക്ഷെ ലാസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളായിരുന്നല്ലേ. പക്ഷെ നമ്മള് ട്രെയിനിൽ വെച്ച് കൊറേ കോമഡി പറഞ്ഞ് ചിരിച്ച് കഴിച്ചു. ബസ്സിലൊന്നും നടക്കൂലായിരുന്നു. സൗണ്ടും ഇല്ല, ഫുൾ കുലുക്കല്ലായിരിക്കും. എന്നിട്ട് സെൻഡ് ചെയ്തോ? ബ്ലോഗ് ഇവിടെ വണ്ടി പോവാ. വണ്ടീന്റെ ഇവിടെ ബ്ലൂപ്പ് അടിച്ചോ? until next time signing off. Let a nigga bracket, legend of the fall, took the year like a bandit. Bought mama a crib and a brand അതല്ലേ ഞാൻ പറഞ്ഞത്. ആളെന്നോട് എന്താ ചോദിച്ചിട്ട് ഇല്ലാന്ന് ഞാൻ പറയും. ഇല്ലാന്നല്ല സാധാരണ അത് ഞാൻ നാച്ചുറലിന്റെ പേര് നീ പറയാൻ തുടങ്ങി. ഉറങ്ങിന്റെ അസ്ഥി കൂടെ കണ്ടുണ്ടോ? അസ്ഥി കൂടെ കണ്ടിട്ടുണ്ടോ? അതാ അതെന്താന്ന് വെച്ചാ ഇപ്പൊ നമ്മളെല്ലാം എങ്ങനെയാ മരിക്കുന്നത്? തന്നെത്താനല്ലേ. പിന്നെ എങ്ങനെയാ മതിയായി ഈ ജഗത്തായിട്ട്. ഞാനിവിടെ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടിരിക്കും. ഞാൻ നാച്ചുറലായിട്ട് ചോദ്യം ചോദിക്കുന്നില്ല. ഞാനിത് മോർണിംഗ് വരുമ്പോ ഞാൻ പതറും. കോമഡി പുറത്തു വരും. ജഗദീഷ്